बीफ एक्सपोर्ट में हिंदुस्तान नंबर 1 है। किन चीजों के लिए गर्व किया जा रहा है? भाइयों बहनों, आपका कलेजा रो रहा है कि नहीं मुझे मालूम नहीं, मेरा कलेजा चिक चिक करके पुकार रहा है। और आप कैसे चुप हैं, क्यों सह रहे हैं, मैं समझ नहीं पाता हूं दोस्तों। നിങ്ങളുടെ ഹൃദയം വേദനിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഹൃദയം ടപ് 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 നടിച്ചുകൊണ്ട് വേദനിക്കുകയാണ്, തേങ്ങിക്കരയുകയാണ്. എന്താണ് കാരണം? കാരണം മറ്റൊന്നുമല്ല, ബീഫ് എക്സ്പോർട്ടിങ്ങിൽ രാജ്യം 1-ാം സ്ഥാനത്താണ് ലോകത്ത്. അതുകൊണ്ട് എൻ്റെ എൻ്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയിലാണ് എന്നാണ് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്തല്ല, ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് പറഞ്ഞത്. നരേന്ദ്രമോദി 12 വർഷമായിട്ട് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് അല്ലേ? ഈ 12 വർഷമായിട്ടും നരേന്ദ്രമോദി അന്ന് പറഞ്ഞ അതേ പൊസിഷനിൽ ബീഫ് എക്സ്പോർട്ടിങ്ങിൽ ഇന്ത്യ ഈ രാജ്യത്ത് തുടരുകയാണ്, ലോകത്ത് തുടരുകയാണ്, 1-ാം സ്ഥാനത്ത് തന്നെ. ഏറ്റവും വലിയ എക്സ്പോർട്ടിംഗ് രാജ്യം, ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ലോകത്ത് അത് ഇന്ത്യയാണ്. ഇന്ത്യ അത് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നരേന്ദ്രമോദി 12 വർഷം രാജ്യം ഭരിച്ചിട്ടും അതിന് തടയിടാൻ നരേന്ദ്രമോദിക്ക് ആയിട്ടില്ല എന്ന് മാത്രമല്ല, നരേന്ദ്രമോദിയും ചാണക സംഘികളും ഇതേ എക്സ്പോർട്ടിംഗ് കമ്പനികളിൽ നിന്ന് കഴിഞ്ഞ മാസം ഡൊണേഷനായിട്ട് BJPയുടെ അക്കൗണ്ടിലേക്ക് വന്നത് 30 കോടി രൂപയാണ്. ഇന്നിപ്പോൾ നരേന്ദ്രമോദി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്നിപ്പോൾ നരേന്ദ്രമോദി മാക്സിമം ഈ പറയുന്ന ബീഫ് അത് ഈ രാജ്യത്ത് നിരോധിച്ചുകൊണ്ട് എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക് മാക്സിമം ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ അവർക്ക് ഈ രാജ്യത്ത് വിൽക്കാനോ ബീഫ് അറവ് നടത്താനോ ഒന്നും പാടില്ല. പക്ഷേ ഇവിടുത്തെ എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക് അത് ചെയ്യാം, അവർക്കത് എക്സ്പോർട്ട് ചെയ്യാം, ഈ രാജ്യത്ത് വിൽക്കാൻ പാടില്ല. അറക്കുന്നതിന് ഒരു കുഴപ്പമില്ല, അതവരെ എക്സ്പോർട്ടിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാജ്യത്ത് നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഈ എക്സ്പോർട്ടിംഗ് കമ്പനികളുടെ അറവുശാലകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളോ റെയ്ഡോ തല്ലിത്തകർക്കലോ ചോദ്യം ചെയ്യലോ ആൾക്കൂട്ട വിചാരണയോ എന്തെങ്കിലും എക്സ്പോർട്ടിംഗ് കമ്പനികളുടെ അറവുശാലകളിൽ നടക്കുന്നുണ്ടോ? ഒന്നും നടക്കുന്നില്ല. അവർ വളരെ സേഫാണ്. അവർക്ക് കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ആയാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്നുണ്ട് അല്ലേ? അതിൽ തന്നെ ഈ രാജ്യത്ത് നിന്ന് എവിടെ നിന്നാണ്, ഏത് സംസ്ഥാനത്ത് നിന്നാണ് കൂടുതൽ ബീഫ് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത്? 1-ാം സ്ഥാനത്ത് UP ആണ്. 2-ാം സ്ഥാനത്തോ? 2-ാം സ്ഥാനത്ത് ഗുജറാത്താണ്. 3-ാം സ്ഥാനത്തോ മഹാരാഷ്ട്രയാണ്. പിന്നെ ആ ലിസ്റ്റിൽ ബീഹാറുണ്ട്, ഒഡീസയുണ്ട്, ഡൽഹിയുണ്ട്. അങ്ങനെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മിക്ക സംസ്ഥാനങ്ങളും ആ ലിസ്റ്റിലുണ്ട്. ഇവിടങ്ങളിൽ നിന്നാണ് രാജ്യത്തിന് പുറത്തേക്ക് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഹൃദയം 12 വർഷങ്ങൾക്ക് മുമ്പ് തേങ്ങിക്കരച്ചിൽ തുടങ്ങിയതാ ബീഫ് കയറ്റുമതി ചെയ്യുന്നത് കണ്ടിട്ട്. ഇപ്പോഴും ആ കരച്ചിൽ നരേന്ദ്രമോദിയുടെ അകത്തളത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കാർക്കും അറിയില്ല അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഉണ്ടാവാറില്ല. കാരണം നരേന്ദ്രമോദിക്ക് ഗോമാതാവാണെങ്കിലും ഭാര്യയാണെങ്കിലും ഒക്കെ ഒരേ നിലപാടാ, ഒരേ സമീപന. ആവശ്യം കാണാൻ ഭാര്യ വേണം, ആവശ്യം കാണാൻ ഗോമാതാവ് വേണം, ആവശ്യം നടന്നു കഴിഞ്ഞാൽ, പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ കൂരായണ. അതുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ മാസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികളെ നിയന്ത്രിക്കാൻ നരേന്ദ്രമോദിക്ക് ആവുന്നില്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ആ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നരേന്ദ്രമോദി? പിന്നെ എന്തിനാണ് പ്രധാനമന്ത്രി? അപ്പോൾ നരേന്ദ്രമോദിയുടെ ഹൃദയം തുടിച്ചതും ഹൃദയം വേദനിച്ചതും ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നതിലല്ല, മറിച്ച് തനിക്കത് പരസ്യമായിട്ട് തിന്നാൻ പറ്റുന്നില്ല എന്നുള്ള വേദനയായിരിക്കും നരേന്ദ്രമോദിക്ക് ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളതാണ്. കാരണം
ഈ എക്സ്പോർട്ട് ചെയ്യുന്നതൊക്കെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അടിച്ച് വലിച്ചു വാരി അകത്താക്കുമായിരുന്നു എന്നുള്ളതായിരിക്കും നരേന്ദ്രമോദിയുടെ വേദന. അതല്ലെങ്കിൽ 12-13 വർഷത്തോളമായിട്ട് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ഈ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികളെയൊക്കെ നിയന്ത്രിക്കുവാനോ അവർക്ക് മുകളിൽ ഈ ബീഫ് എക്സ്പോർട്ടിങ്ങിൻ്റെ അനുപാതം കുറക്കുവാനോ എന്തിന് നരേന്ദ്രമോദി വിചാരിച്ചാൽ ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ മണിക്കൂർ കൊണ്ട്, എന്തിന് 1 മിനിറ്റ് കൊണ്ട് ഈ ബീഫ് എക്സ്പോർട്ടിംഗ് നിർത്തലാക്കാൻ സാധിക്കില്ലേ? എന്തേ അത് നരേന്ദ്രമോദി ചെയ്യാത്തത്? കാരണം അതിൻ്റെയൊക്കെ ഭാഗം പറ്റുന്നവനാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. BJPയുടെ അക്കൗണ്ടിലേക്ക് എസ്റ്റാബ്ലിഷ്ഡ് ട്രാൻസാക്ഷനായിട്ട് 30 കോടി രൂപ ഈ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ബ്ലാക്കായിട്ട് എത്ര കോടികൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കും എനിക്കൊക്കെ ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ വായ കൊണ്ട് പറയാൻ പോലും കഴിയാത്തത്ര എമൗണ്ട് വന്നിട്ടുണ്ടാകും. എനിക്ക് തോന്നുന്നു ഇതിലൊക്കെ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് ആണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ പറയുന്ന സംഘ് പരിവാർ വളരെ കൃത്യമായിട്ട് ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക് വേണ്ടി പണിയെടുക്കുക. എങ്ങനെയാണ് പണിയെടുക്കുന്നത്? രാജ്യത്ത് ഈ എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക് മാടുകളെ കുറഞ്ഞ വിലയിൽ, തുച്ഛമായ വിലയിൽ ലഭ്യമാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുക. അതിനെന്താ ഇവർ ചെയ്യേണ്ടത്? അതിന് ചെയ്യേണ്ടത് രാജ്യത്തകത്ത് ഈ പറയുന്ന മാടുകളെ വിൽപ്പനയും വാങ്ങലും ഉപയോഗിക്കലും അറവും ഇറച്ചിയും ബീഫും ഇതൊക്കെ നിരോധിക്കണം. ഇതൊക്കെ നിരോധിച്ചാൽ പിന്നെ ഈ സാധനങ്ങളെ യഥേഷ്ടം തുച്ഛമായ വിലക്ക്, ചീപ്പ് റേറ്റിന് ലഭ്യമാകും. ആർക്ക് ലഭ്യമാകും? ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക്. നിങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല വാർത്തകളും പല ദൃശ്യങ്ങളും കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിൽ സാധാരണക്കാരായിട്ടുള്ള രാജ്യത്തെ അന്നന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഈ പറയുന്ന പശു സംരക്ഷണ സേന എന്ന് പറയുന്ന കപടന്മാർ ആക്രമിക്കുന്നതും വളഞ്ഞിട്ട് ആക്രമിക്കുന്നതും വെല്ലുവിളിക്കുന്നതും തടയുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഈ കാലയളവിൽ എവിടെയെങ്കിലും ഗുജറാത്തിലെ, UPയിലെ, യോഗിയുടെ UPയിലെ, ഒഡീസയിലെ, രാജസ്ഥാനിലെ, ബീഹാറിലെ, ഡൽഹിയിലെ ഒക്കെ ഏതെങ്കിലും കോർപ്പറേറ്റ് അറവുശാലകളിൽ ഈ പറയുന്ന പശു സംരക്ഷകരോ നരേന്ദ്രമോദിയോ അമിത്ഷായോ ഇവരുടെ കീടങ്ങളോ ഏതെങ്കിലും ഒരുത്തൻ എവിടെയെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള പ്രതിഷേധമോ ചോദ്യമോ പറച്ചിലോ ബഹളമോ നിയമങ്ങളോ എന്തെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണില്ല. എന്തുകൊണ്ടാ? കാരണം ഈ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികൾ എക്സ്പോർട്ട് ചെയ്ത് അവരുണ്ടാക്കുന്ന ടേൺ ഓവർ, അവരുടെ പ്രോഫിറ്റ്, ആ പ്രോഫിറ്റിൻ്റെ മൃഗീയ ഭാഗവും അതിൻ്റെ മേജർ പോർഷനും BJPക്കാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ BJPയുടെ ബിനാമി കമ്പനി ആയിട്ടാണ് ഈ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരുണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ മേജർ ഷെയറും പോയിക്കൊണ്ടിരിക്കുന്നത് BJPയിലേക്കാണ്, സംഘ് പരിവാറിലേക്കാണ്. അപ്പോൾ അവരുടെ ബിസിനസ്സിനെ മാക്സിമം ബൂസ്റ്റ് ചെയ്യാൻ, അതിനെ വലിയ പ്രോഫിറ്റബിൾ ആക്കി മാറ്റാൻ, ആ പ്രോഫിറ്റ് മാർജിനിൽ വലിയ വർധനമുണ്ടാക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 10,000 രൂപയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആകുന്ന ഒരു മാട്, എന്തു ആവട്ടെ, പോത്ത്, മൂരി, പശു, എന്തു ആവട്ടെ, 10,000 രൂപക്ക്, ഞാൻ 10,000 ഒരു ജസ്റ്റ് ഒരു ഇമാജിനേഷൻ ഫിഗർ പറഞ്ഞു എന്നുള്ളൂ, ഒരു ഫിഗർ പറയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ആ ഒരു 10,000 രൂപക്ക് കിട്ടുന്നു. ഇവർ ഈ സാധനങ്ങൾ 10,000 രൂപക്ക് വാങ്ങുന്നു. ഇത് ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികൾ അവർ കട്ട് ചെയ്യുന്നു, വിൽക്കുന്നു. അങ്ങനെ വിറ്റ് കഴിയുമ്പോൾ, എക്സ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം. 10,000 രൂപക്ക് വാങ്ങിയ സാധനം കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് ഒരു 15,000 രൂപയാണെന്ന് കരുതുക. ഇതേ സെയിം ക്വാണ്ടിറ്റിയുള്ള ഒരു മാടിനെ ഇവർക്ക് 1000 രൂപക്ക് കിട്ടിയെന്ന് കരുതുക. അപ്പോൾ 1000 രൂപക്ക് കിട്ടിയിട്ട് ഇവർ വീണ്ടും അതിനെ കട്ട് ചെയ്ത് സ്ലോട്ട് ചെയ്ത് പാക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും കിട്ടും 15,000, 15,000. 10,000 രൂപക്ക് മേടിച്ച് പാക്ക് ചെയ്ത് വിട്ടാലും 15,000 കിട്ടും. 1000 രൂപക്ക് വാങ്ങി
പാക്ക് ചെയ്ത് വിട്ടാലും കിട്ടും 15,000. അപ്പോൾ അവിടുത്തെ പ്രോഫിറ്റ് മാർജിനിൽ ഉണ്ടാകുന്ന ഒരു വലിയ വ്യത്യാസമുണ്ട് അല്ലേ? ഒരിടത്ത് 5,000 രൂപയാണ് പ്രോഫിറ്റ് എങ്കിൽ മറ്റൊരിടത്ത് 14,000 രൂപ പ്രോഫിറ്റാണ്. അപ്പോൾ ഈ രീതിയിൽ പ്രോഫിറ്റ് മാർജിൻ വർദ്ധിപ്പിക്കുവാൻ അങ്ങനെ എന്ത് വേണം? വർദ്ധിപ്പിക്കണമെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഇവിടെ മാടുകൾ, ഒരു ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന മാടെന്ന് പറയുന്നത് റോ മെറ്റീരിയലാണ് അല്ലേ? റോ മെറ്റീരിയലാണ്. ആ റോ മെറ്റീരിയലിൻ്റെ പ്രൈസ്, അതിനുവേണ്ടി ചിലവഴിക്കുന്ന എക്സ്പെൻസ്, അത് മാക്സിമം ഏറ്റവും ചീപ്പ് റേറ്റിൽ കിട്ടണം. അപ്പം അതിനു വേണ്ടിയുള്ള പണികൾ BJPയും സംഘപരിവാരവും നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചീപ്പ് റേറ്റിൽ ഏറ്റവും ഇനി വെറുതെ കിട്ടുമെങ്കിൽ അങ്ങനെ അതിനെന്താ വഴി എന്നുള്ളതാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. മറിച്ച് രാജ്യത്ത് നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ഈ രാജ്യത്ത് നിന്നുള്ള ബീഫ് എക്സ്പോർട്ടിങ്ങിനെ നിരോധിക്കുവാനോ അത് നിർത്തലാക്കുവാനോ ഉള്ള പരിശ്രമമല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക് അവരുടെ പ്രോഫിറ്റ് മാർജിൻ എങ്ങനെ വലിയ ഒരു വ്യത്യാസമുണ്ടാക്കാം, വലിയ ഒരു മാർജിൻ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പണികളാണ് ഇവരെടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ആ നരേന്ദ്രമോദി അധികാരത്തിൽ 12 വർഷം ഇരുന്നിട്ടും ഇങ്ങനെയൊക്കെ മനസ്സ് വേദനിക്കുന്ന, ഹൃദയമിടിക്കുന്ന, ഹൃദയം തേങ്ങിക്കരയുന്ന നരേന്ദ്രമോദിക്ക് ഈ 12 ദിവസം പോയിട്ട് 12 മിനിറ്റ് വേണ്ടിയിരുന്നില്ലല്ലോ ഈ ബീഫ് എക്സ്പോർട്ടിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നിർത്തലാക്കാനോ അതിനെ നിയന്ത്രിക്കാനോ 12 മിനിറ്റ് വേണോ? വേണ്ട എന്നുള്ളതാണ്. അവ കൃത്യമായിട്ട് അതിനൊക്കെ വേണ്ടിയുള്ള പണി എടുത്തുകൊണ്ടിരിക്കുക, അവരുടെ പ്രോഫിറ്റ് മാർജിൻ വർദ്ധിപ്പിക്കുവാനുള്ള പണി എടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ആ പ്രോഫിറ്റ് വരുമ്പോൾ വർഷാവർഷം അല്ലെങ്കിൽ മാസാമാസം അതിൽ നിന്ന് പങ്ക് കൃത്യമായി പറഞ്ഞ് ചോദിച്ച് വാങ്ങി തിന്നുക. എന്നിട്ട് സാധാരണക്കാരൻ്റെ നെഞ്ചത്ത് കയറുക. ഇതല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയധികം ഹൃദയവേദനയുണ്ടായ വ്യക്തി 12 വർഷം, നിങ്ങളൊന്ന് ആലോചിക്കണം. ഇത് രാജ്യത്ത് നടക്കുന്ന ഒരു ബിസിനസ് മാത്രമാണ്. നമ്മുടെ രാജ്യത്ത് എത്രയധികം ബിസിനസ്സുകൾ, ചൈനീസ് ബേസ്ഡ് ആയിട്ടുള്ള എത്രയധികം ബിസിനസ്സുകൾ, എത്രയധികം കോർപ്പറേറ്റ് ബിസിനസ്സുകൾ അല്ലേ? എത്രയധികം കമ്പനികളാണ്, ചൈനീസ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളാണ് നമ്മുടെ രാജ്യത്ത് ബാൻ ചെയ്തത്, നിരോധിച്ചത്. അപ്പോൾ അങ്ങനത്തെ നരേന്ദ്രമോദിക്ക് ഈ ബീഫ് എക്സ്പോർട്ടിങ്ങിനെ നിരോധിക്കാൻ 12 ദിവസം വേണോ? 12 മിനിറ്റ് വേണോ? 12 സെക്കൻഡ് പോരെ? എന്നിട്ടും 12 വർഷമായിട്ട് നരേന്ദ്രമോദിക്ക് അതിന് സാധിച്ചില്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കണ്ണീര് മുതലക്കണ്ണീരാണ്. ഏതുപോലെ? തൻ്റെ ഭാര്യയായിരുന്ന യശോദാബെന്നിൻ്റെ മുന്നിൽ നരേന്ദ്രമോദി ഒഴുക്കിയ കണ്ണീരുണ്ടല്ലോ, ആ മുതലക്കണ്ണീര് പോലെ. ആവശ്യം കഴിഞ്ഞപ്പോൾ ഭാര്യയെ എടുത്ത് ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞ അതേ സമീപനമുണ്ടല്ലോ, അത് തന്നെയല്ലേ ഗോമാതാവിൻ്റെ കാര്യത്തിലും നരേന്ദ്രമോദി കാണിക്കുന്നത്. അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട് വിശ്വാസത്തെയും ആളുകളുടെ വൈകാരിക തലങ്ങളെയും ചൂഷണം ചെയ്ത് അധികാര കസേരയിലേക്ക് എത്തി, ആ അധികാരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതേ ഗോമാതാവിനെ വെച്ച് രാഷ്ട്രീയം കളിച്ച് അതിലൂടെ അധികാര തുടർച്ചകൾ ഉണ്ടാക്കുന്നു എന്നതിനപ്പുറം ഗോമാതാവിനോട് ആരാധനയോ ബഹുമാനമോ ആത്മാർത്ഥതയോ സ്നേഹമോ ഒരു ചുക്കും ഒരു മണ്ണാങ്കട്ടയും നരേന്ദ്രമോദിക്കില്ല എന്നുള്ളതല്ലേ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 12 വർഷമായിട്ട് രാജ്യം കാണുന്നതും രാജ്യം കേട്ടുകൊണ്ടിരിക്കുന്നതും അല്ലേ? UPയിലെ സർക്കാർ, യോഗി ആദിത്യനാഥിൻ്റെ സർക്കാരിന് കീഴിലുള്ള ഗോശാലകളിലെ പശുക്കൾ പട്ടിണിക്കിട്ട് ചാകുന്നു. പട്ടിണി കാരണം ചാകുന്നു, തിന്നാനില്ല, കുടിക്കാനില്ല. ഇനി രാജസ്ഥാനിലെത്തിയാലോ, അവിടെ ചത്തൊടുങ്ങുന്ന പശുക്കളെ മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയുന്നു. ഇതേ നരേന്ദ്രമോദി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഗോവ എന്ന് പറയുന്ന ഒരു സംസ്ഥാനമുണ്ട് രാജ്യത്ത്. അവിടെ ബീഫിന് യാതൊരു രീതിയിലുള്ള വിലക്കുമില്ല. എന്തേ ഈ ഗോവധം നിരോധിക്കാത്തത് ഗോവയിൽ?
എന്തേ ഈ പറയുന്ന എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക് പശുവിനെ അറക്കുന്നതിനും പശുവിനെ ആ ഇറച്ചി കയറ്റുമതി ചെയ്യുന്നതിനും യാതൊരു തടസ്സങ്ങളും രാജ്യത്തില്ലാത്തത്? വളരെ കൃത്യമാണല്ലോ. ഇതിൻ്റെയൊക്കെ ഈ ബിനാമി കമ്പനികളൊക്കെ BJPയുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് 12 വർഷം മുമ്പ് ബീഫ് എക്സ്പോർട്ടിങ് കണ്ടിട്ട് നെഞ്ചിടിച്ച നരേന്ദ്രമോദിക്ക് ഇന്ന് നെഞ്ചിടിക്കാത്തത്. കാരണം അതിനേക്കാൾ വലിയ നോട്ടുകെട്ടുകൾ BJPയുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.